ADGP MR രാജ്കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഉൾപ്പെടെ മാറ്റുന്ന കാര്യത്തിലും എതിർപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചർച്ചകൾ തുടരുകയാണ്. ADGPയെ മാറ്റാതെ സ്വതന്ത്ര അന്വേഷണം നടക്കില്ലെന്ന് DGP. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെയാണല്ലോ സൂചനകൾ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. നമുക്കറിയാം, പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ അന്വേഷണം നടത്തും, ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തും എന്നുള്ളൊരു അറിയിപ്പ് നടത്തിയത്. പക്ഷേ ഈ പോലീസ് അസോസിയേഷനിൽ മുഖ്യമന്ത്രി ഈ കാര്യം പറഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുന്നു. ഏതാണ്ട് 10 മണിക്കൂറോളം ആകുന്നു. ഈ സമയമായിട്ടും ഇതുവരെയും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി തിരിച്ച് എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ മാറ്റുന്ന കാര്യത്തിലും വലിയ രീതിയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഈ സ്ഥാനത്ത് നിന്ന്, അതായത് ക്രമസമാധാന ചുമതലയിൽ തന്നെ തുടർന്നുകൊണ്ട് അന്വേഷണം നടത്താം എന്നുള്ളൊരു ആലോചനയൊക്കെയുണ്ട്. പക്ഷേ ഒരു സ്വതന്ത്രമായിട്ടൊരു അന്വേഷണം നടത്തുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തിയാലേ ഒരു സ്വതന്ത്ര അന്വേഷണം നടത്താനാകൂ എന്നുള്ളതാണ് DGP ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇത്രത്തോളം മണിക്കൂറുകൾ, ഏതാണ്ട് 10 മണിക്കൂറോളമായിട്ടും ഇതുവരെയും ഈ യാതൊരു വിഷയത്തിലും, അതായത് PV അൻവർ MLA ആരോപണം ഉന്നയിച്ച പത്തനംതിട്ട SP കാര്യത്തിലാണെങ്കിലും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യത്തിലാണെങ്കിലും ADGP അജിത് കുമാറിന്റെ കാര്യത്തിലാണെങ്കിലും ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ ഇതുവരെയും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിലും സംരക്ഷിക്കാനുള്ളൊരു ശ്രമമാണോ നടക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് നിലനിൽക്കുന്നത്. കൂടിയാലോചനകൾ ഏതായാലും പുരോഗമിക്കുന്നുണ്ട്. ലക്ഷ്മി, രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.